ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നില്ല ഒന്ന് മാറ്റി ചിന്തിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയൊരു ദിവസമായിട്ടോ ഒന്ന് നമ്മൾ കോഴിക്കോട് വയനാടൊക്കെ കറങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളൊരു നൈറ്റ് സ്ലീപ്പ് ഓവറിന് വേണ്ടി ഒരു വില്ല ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് പോകാൻ തോന്നുന്നില്ല. നിങ്ങളും കണ്ടാൽ അത് തന്നെ പറയൂ കേട്ടോ. അത്രയും ഭംഗിയുള്ളൊരു വില്ലാണ്. നമുക്ക് കുറേ സ്പെൻഡ് ചെയ്യാനുണ്ട്. പിള്ളേർക്കും നമുക്കൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന വളരെ ഹാൻഡി ആയിട്ടുള്ള ലൊക്കേഷൻ കൂടി ആട്ടോ. അവിടെ ആ താമരശ്ശേരി ചുരത്തിൻ്റെ അടുത്തുള്ള ലവ് ഷോർ ലക്ഷറി പൂൾ വില്ലയിലാട്ടോ നമ്മൾ കഴിഞ്ഞ നൈറ്റ് സ്പെൻഡ് ചെയ്ത്. കുട്ടികൾക്കും മുതിർന്നവർക്കുള്ള കുറേ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെയാണെങ്കിൽ പിള്ളേർക്ക് പറ്റിയ ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. ഒരു സൈഡിലായിട്ട് ട്രംപ്ലൈനും കുറേ സിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നാച്ചുറലി തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് കേട്ടോ. പഴുത്ത പേരയ്ക്കും കിട്ടിയിട്ടോടെ. പിന്നെ ഇവിടെയാണെങ്കിൽ 24 hour നമുക്ക് ഒരു കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ നമുക്ക് പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. നമുക്ക് അടിച്ച് പൊളിച്ച് എത്ര ഡേയ്സ് വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. നമുക്ക് പാർട്ടീസൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷനാണ് കേട്ടോ. ഫോട്ടോഷൂട്ടൊക്കെ നടത്താം. ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും കുറേ ഫോട്ടോഷൂട്ടും അതുപോലെ നമ്മുടെ പരിപാടികളില്ലേ, ബാപ്റ്റിസം, ക്രൈസ്റ്റനിങ്, ഇപ്പം മധുരം വെപ്പ്, അങ്ങനെയൊക്കെ ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇവിടെ ചെയ്യാനായിട്ട്. നമ്മുടെ തുഷാരഗിരി വാട്ടർഫോൾസ് ഇല്ലേ, അതിൻ്റെ ഒക്കെ അടുത്താട്ടോ നമ്മുടെ വീട് വരുന്നത്. പക്ഷേ കുറേ ലൊക്കേഷൻസിൻ്റെ അടുത്ത് ഇതുപോലെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് അവിടെ ഒന്നും പോകാൻ തോന്നില്ല. കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് ഈ വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാവട്ടെ. അത്രയ്ക്ക് ആംബിയൻസ് ആണ് ഇതിൻ്റെ അകത്ത്. നമുക്ക് ഓരോ നിമിഷം വീണ്ടും വീണ്ടും സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള തോന്നലായിരിക്കും കേട്ടോ. നമുക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ തോന്നുന്നത്. നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒത്തിരി ലൊക്കേഷൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ വില്ലയ്ക്കകത്ത്. ഓരോ ഈ സ്റ്റെയർ കേസിന് കണ്ടില്ലേ, നമ്മുടെ കുറേ ഫോട്ടോസ് ഇവിടുന്ന് വരാനുണ്ട്. നിങ്ങളിതൊക്കെ കണ്ട് ഞങ്ങൾ വെറുപ്പിക്കുന്നതായിരിക്കും. ഒത്തിരി ഓരോ റൂമിലും അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ ഏരിയയിൽ ചെന്നാൽ നമുക്ക് എന്തായാലും ഒരു ഫോട്ടോ എടുക്കാൻ പോരാൻ തോന്നില്ല കേട്ടോ. അത് എവിടെയാട്ടോ പിള്ളേരെ കൊണ്ടുവന്നിട്ട് പിടിച്ച് വലിച്ച് പുറത്തിറക്കേണ്ട സ്ഥലം വന്നത് കൺസിഡർ എവിടെയാണെന്നുള്ളത്. ഇതാണ് നമ്മുടെ ലക്ഷറി പൂള്. കിടുക്കനാട്ടോ, ഭയങ്കര സ്പേഷ്യസ് ആണ്. ഒത്തിരി പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ പാർട്ടിയൊക്കെ ചെയ്യുമ്പോൾ നല്ല കിടിലൻ വൈബാട്ടോ. അവരെല്ലാവരും അതിനകത്ത് ഉണ്ടാവും. പറയാണ്ട് പോയിട്ട് വീഡിയോ ചെയ്യാം. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഹോം തിയേറ്റർ. കുറേ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അവരൊക്കെ ആസ്വദിച്ച് സിനിമ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഫുൾ എയർ കണ്ടീഷൻഡാണ് നമ്മുടെ ഈ ഹൗസ്, ഇവില്ല. അപ്പോൾ ഈ തിയേറ്ററിനകത്തൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ പുതപ്പൊക്കെ കൊണ്ട് പുതച്ച് കൂടി ഇരുന്നിട്ടാണ് എല്ലാവരും കൂടെ ഇരുന്ന് കാണാൻ. നല്ല ആംബിയൻസ് ആട്ടോ. അപ്പോൾ നമ്മുടെ കോഴിക്കോട് വയനാടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഇവരുടെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ ഞാൻ ടാഗ് ചെയ്തേക്കാം. അതുവഴി കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ജിമെയിൽ വഴിയായിട്ടോ, അല്ലെങ്കിൽ ഞാൻ ഈ കൊടുക്കുന്ന കോൺടാക്ട് നമ്പറിലോ നിങ്ങൾക്ക് വിളിച്ച് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ റീഫ് ക്ലബ്ബ് ലക്ഷറി വില്ല സൈറ്റ് വഴിയായിട്ട് നിങ്ങൾക്ക് ഈ ബ്യൂട്ടിഫുൾ വില്ല ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും കോഴിക്കോട് വയനാടൊക്കെ വരാത്തവരാണെങ്കിൽ ഒരു 2-3 ദിവസം ഇവിടത്തേക്ക് മാറ്റി വെച്ചോ. എന്തായാലും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം. ഞങ്ങളുടെ വയനാട് ഇന്നത്തോടുകൂടി പോയിട്ട്, കാരണം ഞാൻ ഇപ്പോൾ 3 മണിയായി ഉച്ചയ്ക്ക്. ഇന്നത്തെ ദിവസം പുറത്ത് പോകണമെന്ന് വിചാരിച്ചിരുന്നിട്ട് ഞങ്ങൾ വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്നു. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ ലവ് ഷോർ ലക്ഷറി വില്ല.